ഹായ്, എൻ്റെ പേര് ജസ്ഫ. കോട്ടർ ജിപ്പ് അസംബ്ലി എങ്ങനെ ഉണ്ടാക്കാൻ എന്നിവയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഡെമോൺസ്ട്രേഷന് ശേഷം സ്ക്വയറായും പാരലലായും ഫ്ലാറ്റ് സർഫേസുകൾ ഫയൽ ചെയ്യാനും ഡ്രോവിംഗ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാനും വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഡയമെൻഷൻസ് അളക്കാനും പോസിറ്റീവോ നെഗറ്റീവോ 0.02 അക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് ഫയൽ ചെയ്ത് അസംബിൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ആവശ്യമുള്ള ടൂൾസ്: വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ കാലിപ്പർ. ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്: ലാത്ത് മെഷീൻ. ആവശ്യമുള്ള മെറ്റീരിയൽസ്: റോ മെറ്റീരിയൽ, ഓയിൽ. ഈ ജോബ് ആരംഭിക്കുന്നതിന് മുൻപ് ഇനി പറയാൻ പോകുന്ന പ്രിലിമിനറി ചെക്കുകൾ ചെയ്യുക. ആദ്യം സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ പരിശോധിക്കുക. പാർട്ട് 1: ഓവറോൾ സൈസ് പാരലിസമും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്തിക്കൊണ്ട് പാർട്ട് 1 ഫയൽ ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരമുള്ള ഫ്ലാറ്റ്നെസ്, സ്ക്വയർനെസ്, ഡയമെൻഷനൽ ടോളറൻസ് നിലനിർത്തിക്കൊണ്ട് പാർട്ട് 1 റോ മെറ്റീരിയൽ 60.3 ഇൻറ്റു 60.3 ഇൻറ്റു 9.5 mm സൈസിലേക്ക് ഫയൽ ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് സൈസും ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഫ്ലാറ്റ്നെസ്, സ്ക്വയർനെസ് പരിശോധിക്കുക. പാർട്ട് 2 റോ മെറ്റീരിയലിനെ 60.3 ഇൻറ്റു 22.22 ഇൻറ്റു 9.5 mm സൈസുള്ള 2 പീസുകളാക്കി മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്ത് വെർനിയർ ബീവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി ആംഗുലർ ലൈൻ മാർക്ക് ചെയ്യുക. കൂടാതെ ഡോവൽ ഹോളിന്റെ ചീസ് ഹെഡ് സ്ക്രൂ അസംബ്ലി ഹോളിന്റെയും ലൊക്കേഷൻ അടയാളപ്പെടുത്തുക. ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് 60 ഡിഗ്രി ആംഗുലർ സർഫേസ് ഫയൽ ചെയ്ത് ബേസ് ആംഗിളും സെക്കൻഡ് ആംഗിൾ ഗ്രേഡ്സ് ഓഫ് സൈഡ് ഉപയോഗിച്ച് ആംഗുലർ ടോളറൻസ് 5 മിനിറ്റ് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെർനിയർ ബീവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി ആംഗിൾ ആണെന്ന് പരിശോധിക്കുക. പാർട്ട് 3 റോ മെറ്റീരിയലിനെ 60.3 ഇൻറ്റു 26.9 ഇൻറ്റു 9.5 mm സൈസിൽ ഫയൽ ചെയ്ത് മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്ത് വെർനിയർ ബീവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി ആംഗുലർ ലൈൻ മാർക്ക് ചെയ്യുക. കൂടാതെ ഹാൻഡിൽ ഫിക്സിംഗ് ഹോളിന്റെ ലൊക്കേഷൻ അടയാളപ്പെടുത്തുക. ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് 60 ഡിഗ്രി ആംഗുലർ സർഫേസ് ഫയൽ ചെയ്ത് ആംഗുലർ ടോളറൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 5 മിനിറ്റ് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെർനിയർ ബീവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി ആംഗിൾ ആണെന്ന് പരിശോധിക്കുക. പാർട്ട് 4 റോ മെറ്റീരിയൽ റൗണ്ട് റോഡിന്റെ സൈസ് ഡ്രോവിംഗ് പ്രകാരമാണെന്ന് പരിശോധിക്കുക. സെന്റർ ലാത്തിൽ ജോബ് ഹോൾഡ് ചെയ്ത് ഡയമെൻഷനൽ ടോളറൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 0.02 mm നിലനിർത്തിക്കൊണ്ട് വേണ്ട ഷേപ്പിനും സൈസിനും അനുസരിച്ച് ജോബ് ടേൺ ചെയ്യുക. പാർട്ട് 5 റോ മെറ്റീരിയൽ റൗണ്ട് റോഡിന്റെ സൈസ് ഡ്രോവിംഗ് പ്രകാരമാണെന്ന് പരിശോധിക്കുക. സെന്റർ ലാത്തിൽ ജോബ് ഹോൾഡ് ചെയ്ത് ഡയമെൻഷനൽ ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 0.02 mm നിലനിർത്തിക്കൊണ്ട് വേണ്ട ഷേപ്പിനും സൈസിനും അനുസരിച്ച് ജോബ് ടേൺ ചെയ്യുക. എല്ലാ പാർട്ടുകളും ഫയൽ ചെയ്ത് റോ മെറ്റീരിയൽ പരിശോധിച്ചതിന് ശേഷം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുന്നത്. പ്രിലിമിനറി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എക്സസൈസ് തുടങ്ങാൻ പാടുകയുള്ളൂ. പാർട്ടുകളെ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
പാർട്ട് 1ലേക്ക് പാർട്ട് 2ഉം 3യും പ്ലേസ് ചെയ്യുക. അസംബിൾ ചെയ്തതിനു ശേഷം പാരലൽ ബ്ലോക്കിലേക്ക് പാർട്ടുകൾ ക്ലാമ്പ് ചെയ്യുക. അസംബിൾഡ് പാർട്ടുകളുടെ സ്ക്വയർനെസ് പരിശോധിക്കുക. മെഷീൻ വൈസുള്ള ഡ്രില്ലിംഗ് മെഷീൻ ടേബിളിൽ അസംബ്ലി ഹോൾഡ് ചെയ്യുക. ജോബിന്റെ പ്രോപ്പർ പൊസിഷനിങ്ങും ഹാൻഡ്ലിങ്ങും പാരലൽ ബ്ലോക്കുകൾ അസംബ്ലിക്ക് താഴെ വയ്ക്കുക. ഡ്രില്ലിംഗ് മെഷീനിലേക്ക് സെന്റർ ഡ്രിൽ ഫിക്സ് ചെയ്ത് പാർട്ട് 2വിൽ 1 mm അല്ലെങ്കിൽ 2 mm ഡെപ്ത് സെന്റർ ഡ്രില്ലിംഗ് ചെയ്യുക. ഡബിൾ പിൻ ചീസ് ഹാൻഡ് സ്ക്രൂ ആൻഡ് ഹാൻഡിൽ അസംബ്ലി ഹോളുകളുടെ സ്ഥാനത്ത് പാർട്ട് 3 പ്ലേസ് ചെയ്യുക. സെന്റർ ഡ്രിൽ മാറ്റി ഡ്രില്ലിംഗ് മെഷീനിലേക്ക് 4.8 mm ഡ്രിൽ ഫിക്സ് ചെയ്ത് ഡബിൾ പിൻ അസംബ്ലി ലൊക്കേഷനിലുള്ള ഹോളിലൂടെ ഡ്രിൽ ചെയ്യുക. ടാബ് റെക്കിൽ തീറ്റ 5 mm റീമർ ഫിക്സ് ചെയ്ത് അസംബ്ലിയുടെ സ്ഥാനം മാറാതെ ഡ്രിൽഡ് ഹോളിനെ റീം ചെയ്യുക. ഡോവൽ പിൻ അസംബ്ലി ലൊക്കേഷനിലെ റീംഡ് ഹോളുകളിൽ 18x5 mm ഡബിൾ പിൻ ഫിക്സ് ചെയ്യുക. അതുപോലെ 7 mm ഡ്രിൽ ഫിക്സ് ചെയ്ത് ചീസ് ഹെഡ് സ്ക്രൂ അസംബ്ലി ലൊക്കേഷനിലുള്ള ഹോളിലൂടെ ഡ്രിൽ ചെയ്യുക. 7 mm ഡ്രിൽ മാറ്റി ഡ്രില്ലിംഗ് മെഷീനിൽ പൈലറ്റുള്ള 12x7 mm ബോർ ടൂൾ ഉറപ്പിച്ച് ചീസ് ഹെഡ് സ്ക്രൂ ഹെഡ് തിക്നെസിന്റെ ഡെപ്ത് വരെ കൗണ്ടർ ബോർ ചെയ്യുക. പാർട്ട് 1ൽ M6 ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. ത്രെഡഡ് ഹോളിൽ നിന്ന് ബർസ് റിമൂവ് ചെയ്യുക. ത്രെഡ് ഹോളിന്റെ സ്ഥാനത്ത് ചീസ് ഹെഡ് സ്ക്രൂ ഫിക്സ് ചെയ്യുക. ഇതേ പ്രൊസീജിയേഴ്സ് പാർട്ട് 2വിലും റിപ്പീറ്റ് ചെയ്ത് മറ്റൊരു ഡോവിൻ പിന്നും ചീസ് ഹെഡ് സ്ക്രൂവും ഫിക്സ് ചെയ്യുക. അസംബ്ലി സെറ്റിംഗ് ഡിസംബിൾ ചെയ്ത് പാർട്ടുകൾ എല്ലാം സെപ്പറേറ്റ് ചെയ്യുക. പാർട്ട് 3ലെ കോൾട്ടർ ഗിബ് ഫിക്സിംഗിന്റെ ലൊക്കേഷനിൽ 5.8 mmൽ ഡ്രിൽ ചെയ്യുക. 5.8 mm റീമർ ഉറപ്പിച്ച് കോൾട്ടർ ഗിബ് ഫിക്സ് ചെയ്യാൻ ഡ്രിൽഡ് ഹോൾ റീം ചെയ്യുക. എല്ലാ സർഫസുകളും ഫിനിഷിംഗ് ചെയ്ത് അസംബ്ലിയിലെ എല്ലാ കോർണറിലുള്ള ബർകൾ റിമൂവ് ചെയ്യുക. ഡബിൾ പിന്നുകളും ചീസ് ഹെഡ് സ്ക്രൂവും ഒപ്പം പാർട്സ് 1ഉം 2ഉം റീഅസംബിൾ ചെയ്യുക. പാർട്ട് 3 ഡോവൽ ടെയിൻ ഷാഫ്റ്റിൽ കോൾട്ടർ ഗിബിന് ഒപ്പം ഫിറ്റ് ചെയ്യുക. സ്ലൈഡ് ചെയ്യുക. ടാസ്ക് പൂർത്തിയായതിനു ശേഷം കുറച്ച് ഓയിൽ പുരട്ടിയതിനു ശേഷം ഇവാലുവേഷന് വേണ്ടി ജോബ് തയ്യാറാക്കുക. ഇന്ന് നമ്മൾ പഠിച്ചതുമായ കാര്യങ്ങളുടെ ഒരു പുനരാലോചന നടത്താം. ഫ്ലാറ്റ് പ്രതലങ്ങൾ ചതുരത്തിലും സമാന്തരമായും ഫിൽ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് അളവുകൾ അടയാളപ്പെടുത്തുക. വെർനിയർ കാലിഫർ ഉപയോഗിച്ച് അളവുകൾ അളക്കുക. ±0.02ലേക്ക് കൃത്യമായി നിലനിർത്തിക്കൊണ്ട് ഫിൽ ചെയ്ത് കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഒരു ക്വാർട്ടർ ജീപ്പ് അസംബ്ലി എങ്ങനെ നിർമ്മിച്ചിക്കാമെന്ന് ഞങ്ങൾ പഠിച്ചു. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ വ്യായാമം ചെയ്യുക.